നീതിയും ന്യായവും ജയത്തിന്റെയും സന്തോഷത്തിന്റെയും ഉറവിടങ്ങളാണ്. മറ്റുള്ളവർ അനീതിയുള്ളവരും ഞാൻ നീതിമാനുമാണ് എന്നൊരു വ്യക്തി സ്വയം ചിന്തിച്ചു തുടങ്ങുമ്പോൾ അവന്റെ സന്തോഷവും വിജയത്തിലേക്കുള്ള സാധ്യതകളും മങ്ങിത്തുടങ്ങുന്നു. ഓരോരുത്തർക്കും അവരവരുടെ ശരികളും തെറ്റുകളും ഉണ്ട്. എന്നാൽ യഥാർത്ഥ നീതിമാൻ എല്ലായിടത്തും എപ്പോഴും തനിക്കും സമൂഹത്തിനും നന്മയായുള്ളത് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ നീതിയെ ഉൾക്കൊണ്ട് ജീവിക്കുന്നവരാണ് അക്കൂട്ടർ. ചുങ്കക്കാരനെ പോലെ ദൈവം മുമ്പാകെ സ്വയം കുറ്റങ്ങൾ ഏറ്റുപറയുന്നവൻ ദൈവത്തിന്റെ നീതീകരണം പ്രാപിക്കാൻ അർഹനായി മാറും. അങ്ങനെയുള്ളവരുടെ ജീവിതം ജയത്തിലേക്കും ഉല്ലാസത്തിലേക്കും നയിക്കപ്പെടുകയും ചെയ്യും. സങ്കീർത്തനങ്ങൾ 118:15 പറയുന്നു, ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട്. നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ സാന്നിധ്യമുള്ള എല്ലായിടങ്ങളിലും ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം മുഴങ്ങിക്കേൾക്കട്ടെ. പരസ്പരം പഴിചാരുന്നതും കലഹങ്ങളും മാറിപ്പോകട്ടെ. നീതിമാനായ ദൈവത്തോടൊപ്പം നീതിയോടെ ജീവിക്കാം. ഒരു നാളിൽ ദൈവിക സന്തോഷവും വിജയധ്വനിയും നമ്മിൽ നിന്നും ഉയരും. അതിന് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.